റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലുമായി ചൈനയിലേക്ക് പുറപ്പെട്ട ടാങ്കർ കപ്പലിന് തെക്കൻ ചൈന കടലിൽ വെച്ച് ദിശാമാറ്റം. മോസ്കോയിൽ നിന്നുള്ള ഓയിൽ വാങ്ങൽ ഇന്ത്യ ഇരട്ടിയാക്കിയതിന് പിന്നാലെയാണ് റഷ്യൻ കപ്പൽ ചൈനയിലേക്ക് പോകാതെ യു ടേൺ എടുത്തത്. ദി അക്വ ടൈറ്റൻ എന്ന ടാങ്കറാണ് ചൈനയിലേക്ക് പോകാതെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. മാർച്ച് 21-ന് ദി അക്വ ടൈറ്റൻ ന്യൂ മംഗളൂരിലേക്ക് എത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനുവരി മാസത്തിൽ ബാൾട്ടിക് കടലിൽ നിന്ന് ചരക്ക് നിറച്ച് പുറപ്പെട്ടതാണ് ദി അക്വ ടൈറ്റൻ എന്നാണ് ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റ വിശദമാക്കുന്നത്. ചൈനീസ് തുറമുഖമായ റിസ് ഹോയിലേക്കാണ് പുറപ്പെട്ടതായിരുന്നു ഈ ടാങ്കർ കപ്പൽ. ചൈനീസ് തുറമുഖത്തേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് കപ്പൽ യു ടേൺ എടുത്തത്. റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് അമേരിക്ക ഇന്ത്യക്ക് പച്ചക്കൊടി കാണിച്ചതിന് പിന്നാലെ റഷ്യൻ ഓയിലിനെ ഇന്ത്യ അധികമായി വാങ്ങാൻ ആരംഭിച്ചിരുന്നു. ഇന്ത്യൻ റിഫൈനറുകൾ 30 ദശലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഇന്ധന ലഭ്യതയെ വലിയ രീതിയിൽ സംഘർഷം ബാധിച്ചതിന് പിന്നാലെയാണിത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം ഇറാൻ വിലക്കിയതിന് പിന്നാലെയാണ് കൂടുതൽ രാജ്യങ്ങൾ ഓയിലിനായി റഷ്യയെ ആശ്രയിച്ചു തുടങ്ങിയത്. ജപ്പാനും ദക്ഷിണ കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യക്കാരായി എത്തുന്നതോടെ ഇന്ധനവില ഇനിയും ഉയരുമെന്നാണ് നിരീക്ഷണം. ചൈനയിലേക്ക് പുറപ്പെട്ട 7 ടാങ്കർ കപ്പലുകളാണ് ചൈനയിലേക്കുള്ള മാർഗമധ്യേ ഇന്ത്യയിലേക്ക് തിരിച്ചുവിട്ടത്. പശ്ചിമേഷ്യയിലെ സംഘർഷം ആരംഭിച്ച ശേഷം ഫോസിൽ ഇന്ധന കയറ്റുമതിയിലൂടെ റഷ്യ 600 കോടി യൂറോ സമ്പാദിച്ചതായി കണക്കുകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതിന് ശേഷമുള്ള 2 ആഴ്ചയ്ക്കുള്ളിൽ ഫോസിൽ ഇന്ധന വിൽപ്പനയിലൂടെ റഷ്യ ഏകദേശം 500 കോടി രൂപ നേടിയതായാണ് കണക്കുകൾ പുറത്തുവന്നത്. ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് മാർച്ചിൽ എണ്ണവാതകം, കൽക്കരി എന്നിവയുടെ ശരാശരി പ്രതിദിന വിലയിൽ 14% വർധനവുണ്ടായി. ഇതിനെ തുടർന്ന് റഷ്യയ്ക്ക് മാർച്ച് മാസം മാത്രം 67.2 കോടി യൂറോയുടെ അധിക വരുമാനം ലഭിച്ചു. ഈ വർധനവിന്റെ ഭൂരിഭാഗവും എണ്ണ വ്യാപാരത്തിൽ നിന്നാണെന്ന് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം യുദ്ധം തുടങ്ങിയപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ എണ്ണ ഉൽപാദനം നിർത്തിവെച്ചു. അതോടെ ദിവസം 10 മില്യൺ ബാരൽ എണ്ണയുടെ കുറവാണുണ്ടായത്. യുദ്ധം തുടങ്ങും മുൻപ് ഇന്ത്യ അടക്കം രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നത് കുറച്ചിരുന്നു. അന്നുണ്ടായ ഇടിവ് ഇപ്പോൾ നികത്താനായി റഷ്യയ്ക്ക് 7.3 മില്യൺ ബാരൽ എണ്ണ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു റഷ്യക്കെന്നാണ് കണക്ക്. 100 മില്യൺ ബാരൽ യാത്രാമധ്യേയും റഷ്യയുടെ പ്രധാന വരുമാന മാർഗമാണ് എണ്ണയും അതിന്റെ നികുതിയും. ഉപരോധങ്ങളോടെ അത് 50% ഇടിഞ്ഞിരുന്നു. ലക്ഷ്യത്തിന്റെ അത്ര എത്തിയിരുന്നു. ബഡ്ജറ്റ് കമ്മി. കയറ്റുമതി കുറഞ്ഞ് യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരുന്നു. ഇനി വേണമെങ്കിൽ റഷ്യയ്ക്ക് ഉൽപാദനം കൂട്ടാമെന്നാണ് വിദഗ്ധ പക്ഷം. ദിവസം 3 ലക്ഷം ബാരലാണ് ഇപ്പോഴത്തെ നില. പക്ഷേ ഇതൊന്നും നീണ്ടു നിൽക്കില്ലെന്നാണ് അമേരിക്കയുടെ പക്ഷം. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായുള്ള ആദ്യഘട്ട നീക്കമെന്ന നിലയിൽ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ശക്തമായ ബോംബാക്രമണം നടത്തി. ഏകദേശം 2268 കിലോഗ്രാം ഭാരമുള്ള ഭൂമിക്കടിയിലേക്ക് തുളച്ചു കയറാൻ ശേഷിയുള്ള ഡിപ്പ് പെനിട്രേറ്റർ ബോംബുകളാണ് ഇറാന്റെ തീരപ്രദേശങ്ങളിലെ ഒളിത്താവളങ്ങളെ ലക്ഷ്യം വെച്ച് പ്രയോഗിച്ചത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തുന്ന ഇറാന്റെ ക്രൂയിസ് മിസൈലുകളെ നശിപ്പിക്കാനാണ് ഈ സൈനിക നീക്കമെന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ രാജ്യത്തിന് മേൽ നടത്തുന്ന യുദ്ധത്തിന് തിരിച്ചടിയായാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 ഭാഗം കടന്നു പോകുന്ന ഈ നിർണായക പാതയിലെ ഉപരോധം ആഗോളതലത്തിൽ ഊർജ്ജവില കുതിച്ചുയരാനും സമുദ്ര ഗതാഗതം തടസ്സപ്പെടാനും കാരണമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കി കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൈനിക നടപടി അനിവാര്യമാണെന്ന തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.